ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ഈസി ഈവനിങ് സ്നാക്കാണ്. നമ്മൾ ചുറ്റിപ്പൊരിച്ചത് അല്ലെങ്കിൽ ചുറ്റപ്പം എന്നൊക്കെ പറയും. അപ്പം മൈദപ്പൊടിയും അതുപോലെ മുട്ട ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുക്കുന്നത്. 3 മുട്ടകൾക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മളിനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നുമില്ലാണ്ട് ബാറ്റർ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മളിതിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞങ്ങളിതുപോലൊരു ചിരട്ട കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ചിരട്ട നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലൊരു ഹോള് നല്ല വലുതിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ബാറ്റർ ഒഴിച്ചിട്ടാണ് നമ്മൾ ചുറ്റി കൊടുക്കുക. ഇതിന് പകരം പൈപ്പിംഗ് ബാഗിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുക. പക്ഷെ നമ്മളിങ്ങനെ എടുത്ത് വെക്കാറാണ് ഒരു ചിരട്ട. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിരട്ടയിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ചിരട്ട ഫുള്ള് ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടായി വന്ന എണ്ണയിലോട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്കിങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു സൈഡ് കുക്കായി വരും കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ചുറ്റപ്പം റെഡി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒക്കെ ചെയ്തെടുക്കുക. വേഗം എടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ നമുക്ക് എല്ലാ ബാച്ചും ഇതേപോലെ ചുറ്റിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അങ്ങനെ ചുറ്റിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റുമാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന മൈദപ്പൊടി മുട്ടയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. വേഗം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ചുറ്റിപ്പൊരിച്ചത്